ഓഹോ, കാട്ടിൻ്റെ ഉള്ളിൽ കയറിപ്പോ കേൾക്കണം, സമയം കിട്ടിയില്ല. പിന്നെ ആ തുണി എടുത്തില്ല. രാവിലെ എണീറ്റ് കത്തിക്കണം. രാവിലെ വിളിക്കുന്നില്ല. അവിടുത്തെ കാവി പോകത്തില്ലേ? അവിടുത്തെ കാവി പോകത്തില്ലേ? ഇന്നലെ അവിടെ 2-3 കാവിലും പോകാമെന്ന് വിചാരിച്ചു. ഇന്നലെ 3 കാവിൽ പോകാമെന്ന് വിചാരിച്ചത്. വൈകിട്ടല്ലേ? നല്ല കാടായില്ലേ? ബയോടെ ഞാൻ സാധനം വെച്ചിട്ടുണ്ട്. ഹലോ സുഹൃത്തുക്കളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് 1-ാം തീയതി ദിവസമാണ് കേട്ടോ. ഒരു ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ഈ വീഡിയോ ചിലപ്പം അപ്ലോഡ് ആക്കുക എന്ന് പറഞ്ഞാൽ അതിന് മുമ്പുള്ള
1-2 വീഡിയോസ് ഇടാനുണ്ട്, അതുകൊണ്ടാണ് ലേറ്റായി പോയത്. ഓക്കേ, അപ്പോൾ നമ്മൾ വീടിൻ്റെ തൊട്ടടുത്തുള്ള കാവിൽ പോയിട്ട് നമ്മൾ തിരിച്ച് വീട്ടിൽ വന്നു. ഇനിയിപ്പോൾ ദിവസവും ചെയ്യുന്ന പോലെ അതുപോലെ വർക്കുണ്ട്, വർക്കിന് പോകണം. പാറസേ, ഓ പാറസ് ആദ്യമായിട്ടാണ് നമ്മൾ ഇപ്പം ചോറ് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഇപ്പം ആദ്യമായിട്ടാണ് അപ്പുറത്തോട്ട് കൊണ്ടുപോകുന്നത്. ഇപ്പോൾ വീടിൻ്റെ അടുത്ത് തന്നെ ഞാൻ മുമ്പ് കാണിച്ചിട്ടുണ്ട്, ഒരു വലിയ ആലകളുള്ളൊരു ക്ഷേത്രം ഉണ്ടല്ലോ, ഒരു കാവുണ്ട് വീടിൻ്റെ അടുത്ത്. അവിടെ നമ്മൾ വൈകുന്നേരമാണ് അവിടെ പോകാൻ പ്ലാൻ ഇട്ടിരിക്കുന്നത്. വൈകുന്നേരം നമ്മൾ അവിടെ പോകുന്നുണ്ട്. അപ്പോൾ ആ കാവും കാണിച്ചു തരാം. അപ്പോൾ ഓക്കെ. എന്ത് കാപ്പി ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. എന്തിനാണ് സുലേ ഇന്നത്തെ കാപ്പി? പുട്ട്, ഗോതമ്പുട്ട്. അപ്പോൾ സെറ്റാക്കിയോ, ഞാൻ ബാക്കിയുള്ള പരിപാടി നോക്കാം. മാവ് ഞാൻ തുണിയൊക്കെ എടുത്ത് വെച്ച് സെറ്റ്. എന്താ ഇവിടെ ഒരു മങ്ങല്? എന്തോ പറ്റി. അപ്പോൾ ഓക്കെ, ഞാൻ പോയിട്ട് ഡ്രസ്സൊക്കെ മടക്കി വെച്ചെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കുളിച്ചെല്ലാം ഫ്രഷ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ക്ഷേത്രത്തിലോട്ട് അമ്പലത്തിലോട്ട് പോയത്. ഓക്കെ, പോട്ടെ. നീ ഇതിന് മുമ്പ് അവിടെ പോയിട്ടുണ്ടോ? നമ്മൾ ഒരുമിച്ച് ഇപ്പോഴാണോ പോണത്? ഇതുവരെ പോയിട്ടില്ല. അന്ന് കഴിഞ്ഞ വൃത്തിയാക്കിയ സമയത്ത് നീ ഇല്ലായിരുന്നല്ലേ? നമ്മൾ ഒരുമിച്ച് ഒത്താത്തിയിട്ടാണ് പോണല്ലേ? അതെ, നമ്മൾ ഒരുമിച്ച്, അതായത് സുലൈ വിവാഹം കഴിച്ച് കൊണ്ടുവന്നതിന് ശേഷം സുലൈയും ഞാനും നമ്മുടെ രുദ്രയും കൂടെ ഒരുമിച്ചാണ് കേട്ടാ ആദ്യമായിട്ടാണ് കേട്ടാ പോണത്. ഇതുവരെ പോയിട്ടില്ല. ഏത്? ആലുള്ള അമ്പലത്തിൽ രാവിലെ. അവിടെ നമുക്ക് വൈകിട്ട് വന്നിട്ട് പോവേ. അവിടെയും നമുക്ക് ഇവിടുത്തെ അടുത്തുള്ള കാവിലെല്ലാം പോകാം. അപ്പോൾ ഓക്കെ, ഞാൻ വർക്കിന് പോട്ടെ. വർക്കിന് പോട്ടല്ല, ബാക്കിയുള്ള പരിപാടികൾ കേട്ടെ. ശരി എന്നാ. രാവിലെ തന്നെ പൂച്ചക്കുട്ടന്മാരെല്ലാം എത്തിയിരിക്കുകയാണ് കേട്ടോ. സംഭവം രുദ്ര അന്ന് കളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പാത്രം കണ്ടപ്പോൾ എന്തോ അതിലെന്തോ ഉണ്ടെന്ന് കരുതി എല്ലാവരും കൂടെ വന്നതാണ് വെളുപ്പിന്. അപ്പോൾ സുഹൃത്തുക്കളെ, പുട്ട് റെഡിയായിരിക്കുകയാണ്. നല്ല ആവി പറക്കുന്ന പുട്ടും തേയിലുള്ള കുറച്ച് ഒഴിക്കുക, പൊട്ടിക്കുക. ഓ ചൂട് 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 ചൂട്, പോക പോക. ഓക്കെ, എന്ത് ചെയ്യുന്നു? ഇവിടെ ഒരാളുണ്ട് കേട്ടോ, അവർക്ക് പുട്ട് കൊടുക്കാണ്. പിന്നെ ഇത്രയും പുട്ട് പാറൂല. അപ്പം ഞാൻ ജോലിക്ക് പോകണം കേട്ടാ, വർക്കുണ്ട്, വർക്കിനെ പോകണം. ഇത് കുറച്ചു നേരം വെയിലത്തിട്ടെ തിരിച്ചെത്തിട്ടേക്കണേ. ഓക്കെ, എൻ്റെ സാധനങ്ങൾ തരൂ. പോയി അമ്മച്ചെടുത്ത് പോയി ചമ്പളം. ടാറ്റാ, അടുത്ത ടാറ്റാ. പോണ് പോണ്. അപ്പോൾ ഇന്ന് ചെറിയൊരു വർക്കുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ കോൺട്രാക്ടറുടെ വീട്ടിൽ വന്നപ്പോൾ ഇവിടെ പട്ടി പറ്റി കിടക്കുന്നുണ്ട്. അപ്പോൾ വർക്ക് ഉച്ചയ്ക്ക് കഴിഞ്ഞു കേട്ടോ, ഉച്ച വരെ ഉള്ളായിരുന്നു. ഇനി നേരെ കോൺട്രാക്ടറുടെ വീട്ടിൽ പോകണം. അവിടെ നിന്ന് പൈസ മേടിച്ചിട്ട് നേരെ വീട്ടിലോട്ട് പോകണം. നല്ല വിശപ്പായിട്ടോ, 2 മണിയായി. കുറച്ചുള്ളത് കൊണ്ട് ചോറ് കഴിക്കാതെ നിന്ന് 2 മണിക്ക് തീരുന്നതുകൊണ്ട് ഇപ്പോൾ നേരെ കോൺട്രാക്ടറുടെ വീട്ടിൽ, അവിടെ നേരെ വീട്ടിലോട്ട് പോട്ടെ. കുറച്ച് സാധനങ്ങൾ വാങ്ങണ്ട, വൈകുന്നേരം നാളെ കെട്ടായതുകൊണ്ട് അതിന് വേണ്ട സാധനങ്ങൾ വാങ്ങണം.
അവിടെ ചെന്നിട്ട് വേണം ചിലപ്പം ഞാനും സുലയും രുദ്രയും കൂടെ ആയിരിക്കും ചിലപ്പം പോകുന്നത്. നോക്കട്ടെ എന്താണെന്നുള്ളത്. ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. വീട്ടിൽ ചെന്നിട്ട് പ്ലാൻ ചെയ്യാം. എന്ത് കഴിക്കാത്ത? ഓ ഇന്നേ എനിക്ക് നാളെ പോകാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങണം. നമുക്ക് വൈകിട്ട് ക്ഷേത്രത്തിൽ പോവാം. പറ്റുന്നുണ്ടെങ്കിലേ ജനാർദ്ദന സ്വാമി ക്ഷേത്രത്തിൽ പോകാൻ വർക്കല. സുല തുണി കഴിവെക്കും. ഓ നമ്മൾ ഇതുവരെ പോയിട്ടില്ലല്ലേ? സുല ഇവിടെ തുണികളും. പിന്നെ നീ അല്ലാതെ പിന്നെ ആര്? ഞാനല്ലാതെ പിന്നെ ആരല്ലേ? എനിക്ക് വിശക്കണു. പരസ്യം ഇഞ്ഞി വാ ഇച്ചിരി ചുണ്ടരി ഇഞ്ഞി വാ പരസ്യം വാ. ഡീ എടി പെണ്ണു നോക്കടി. എടി പാറു വരുന്നില്ല. വന്നേ പാറസ് വന്നേ. ഓ ഇങ്ങോ ഹലോ ആരെങ്കിലും ഉണ്ടോ ഇവിടെ? പാറൂസിന് ഉറക്കം വരുന്ന കേട്ടാ. സുല അടുക്കളയിലോട്ട് പോയി. പുള്ളിക്കാരി മൊത്തത്തിൽ ബോറടിച്ചിരിക്കുകയാണ്. ബോറടിച്ച പാറൂസിന് ബോറടിച്ച. എനിക്ക് നല്ല വിശപ്പായ കേട്ടോ. എന്തേലും ഇവിടെ രണ്ടുപേരും കൂടെ ഉണ്ടാക്കണം. ഇതൊക്കെ തിന്ന ശരീരത്തിന് കുഴപ്പമാണ്. എല്ലാ ശരീരത്തിനും കുഴപ്പം. കണ്ട സുഹൃത്തുക്കളെ എത്ര എണ്ണമെന്ന് നോക്ക് എന്നെ കൊണ്ട് മേടിപ്പിച്ചത്. ചോറ് തിന്നൂല, കടയപ്പം തിന്നോണ്ടിരിക്കും. ചുമ്മാ കേട്ടാ. ഞാനും ഉണ്ട് ആ കൂട്ടത്തിൽ. നമ്മളിങ്ങനെ തന്നെ ഇടയ്ക്കിടയ്ക്ക് അല്ലേടേ? എൻ്റെ അടുത്ത് പാറുവിന് കൊടുക്കൂല കേട്ടാ. പാറുവിന് നമ്മൾ കൊടുക്കൂല. പാറു നല്ല വളർന്ന് വലുതാവുന്നത് വരെ കൊടുക്കൂല. പിന്നെ പാറു ഒരുവിധം ഫുഡൊക്കെ കഴിച്ചു തുടങ്ങുന്ന സമയത്ത് നമ്മൾ ഈ പരിപാടി നിർത്തും. പിന്നെ മേടിക്കൂല, അത് ഉറപ്പാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇനി കഴിക്കട്ടെ. കഴിച്ചിട്ടൊക്കെ ബാക്കിയുള്ള പരിപാടികൾ ചെയ്യാം. അപ്പോൾ നമ്മൾ വർക്കല ശ്രീ ജനാർദ്ദന സ്വാമി ക്ഷേത്രത്തിൽ പോവുകയാണ്. വൈകുന്നേരം 5 മണിയായി. പുള്ളിക്കാരി ഭയങ്കര നിർബന്ധം. പോവാം നമുക്ക്. സുല റെഡി ആവുന്നുണ്ട്. എവിടെ സുല? എവിടെ? വാ പോവാം. വായോ. ഓക്കേ, നമ്മൾ റെഡിയായി. എനിക്ക് മുമ്പേ നിങ്ങൾ രണ്ടുപേരാണ് റെഡിയായത്. ഞാനാണ് ആദ്യം ഇറങ്ങിയത് കേട്ടാ. എപ്പോൾ ഒരുങ്ങിയാണെന്നറിയാലോ നിങ്ങൾ. ഞാൻ കിടന്ന് ഉറങ്ങിയ സമയത്ത് ഇവർ രണ്ടുപേരും കൂടെ കുളിച്ചൊരുങ്ങി റെഡിയായതാണ്. ഡ്രസ്സൊക്കെ മാറി ഒരുങ്ങി റെഡിയായതാണ്. ഞാൻ അതിന് ശേഷമാണ് കുളിച്ച് സെറ്റായി വന്നിട്ട് ഇവർ റെഡിയായല്ലോ ഇതുവരെ. എന്തായാലും ഇരുട്ടും ചിലപ്പോൾ തിരിച്ചിരിപ്പോൾ. സാധനങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, സാധനങ്ങൾ വാങ്ങണം. അപ്പോൾ സുഹൃത്തുക്കളെ, ഞങ്ങൾ വർക്കല ശ്രീ ജനാർദ്ദന സ്വാമി ക്ഷേത്രത്തിൽ എത്തിയിരിക്കുകയാണ്. എൻ്റെ ബാഗ് എടുത്താൽ മതി. എന്നാൽ അതിൽ എൻ്റെ സാധനങ്ങൾ എടുത്ത് നിൻ്റെ ബാഗിൽ വെച്ചാൽ മതി. വായോ കുട എടുത്തോ, കുട.
അപ്പോൾ നമ്മൾ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ വന്നു കേട്ടോ. ഇവിടെ ഇപ്പോൾ പെയിൻ്റൊക്കെ അടിച്ചിട്ട് ഇരുട്ടായി അല്ലേ? നേരത്തെ വരേണ്ടതായിരുന്നു, പക്ഷേ നടന്നില്ല. നീ എവിടെ? നിന്നെ കാണുന്നില്ല. ഫറു നിന്റെ അടുത്ത് നടക്കാൻ അവള് പടി നോക്കുകയാണ് കേട്ടാ. എന്ത് പറ്റി? അതൊക്കെ ശരിയാവും. പടിയില്ലാത്ത വഴിയുണ്ട്. അത് മതിയായിരുന്നു. ഇനി ഒന്നാണ് വേണ്ടത്. ഇത് കാണുന്നതിന് റോഡ്. അപ്പോൾ ഞങ്ങൾ ക്ഷേത്രത്തിനകത്ത് കയറി തൊഴുതു. കറക്റ്റ് ദീപാരാധന സമയത്തിന് നമുക്ക് എത്താൻ പറ്റി കേട്ടാ. നമ്മൾ പുറത്ത് കറങ്ങി തൊഴുവാനായിട്ട് പോവുകയാണ്. ഓ ആഴ്ചയിൽ വരുമായിരുന്നു കൊച്ചിലെ. അമ്മ നമ്മളെ കൊണ്ട് കൊച്ചിലെ വരുമായിരുന്നു. അവിടെ നിന്ന് വരും. എന്തോ ഒരു വ്രതമുണ്ട്. അപ്പോൾ ആഴ്ചയിൽ ഇങ്ങനെ വരും. നമുക്ക് ഫ്രണ്ട് വഴിയെ കൂടെ പോവാം. അതിലേക്ക് ഇറങ്ങുക. അയ്യപ്പൻ നിലയിലും ഹനുമാൻ നിലയിലും തൊഴുതിട്ട് വരാം. ഇരുട്ടായി. നേരത്തെ വരേണ്ടായിരുന്നല്ലേ? ആൽമരമൊന്നും കണ്ടിട്ടില്ല. കണ്ടിട്ടില്ല. ഞാൻ പിടിക്കാമെന്ന്. സുഹൃത്തുക്കളെ, നമ്മളെ പൂവക്കോലെറിയാനായിട്ട് ആന ഇറങ്ങി വരുന്ന ഇവിടെ നിന്നാണ്. ഇതാ ഈ ഭാഗത്ത് മൊത്തം നല്ല ജനങ്ങളായിരിക്കും. അത് തന്നെ. ഇവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി ഇതാ ഇവിടെ വരും. ഇവിടെ നിന്ന് എടുത്തങ്ങറിയും. ഇവിടെ മൊത്തം ആൾക്കാർ അല്ല, ഇത് തന്നെ അമ്മ. ഇതാണ് ഫ്രണ്ട്. പക്ഷേ മൊത്തം സൈഡിൽ കൂടെ കയറി. എന്തൊക്കെയോ പറയുന്നു, എന്തോ കാര്യമായിട്ട് പറയുന്നു. എന്താണ് പാറു പറയുന്നത്? എന്താണ് പറയുന്നത്? അയ്യ, കളിക്കുന്നരീ അണ്ണാ അണ്ണാ. കടകൾ എടുക്കണ്ടേ? ഓ ഇത് വേറെ സ്ഥലം എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. നാല് തേങ്ങയല്ലേ പറഞ്ഞു? 3 തേങ്ങ, 4 തേങ്ങ മതിയോ? 4 തേങ്ങ. എങ്ങനെയാണ് പോണത്?
ഓക്കെ അപ്പോൾ സുഹൃത്തുക്കളെ ഞങ്ങൾ വീട്ടിലെത്തി ചേട്ടാ. ഓ നല്ല വിശപ്പ്. ഇതെല്ലാം കഴിക്കണം, കിടന്നുറങ്ങണം. പിന്നെ ഇതിൽ കുറച്ച് പണികളൊക്കെ ഉണ്ട് കേട്ടോ. തേങ്ങയൊക്കെ റെഡിയാക്കി എടുക്കണം.